യോ വാട്സ്ആപ്പ് ഗായ്സ്, എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ അല്ല. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് അൺബോക്സ് ചെയ്ത QCYയുടെ ഇയർബഡിന്റെ കമ്പാരിസൺ റിവ്യൂ വീഡിയോ ആണ്. സോ അപ്പൊ മച്ചന്മാരെ, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. യു വാച്ചിങ് APPEKAZZ. ഇറ്റ്സ് മീ APPEKA ഹിയർ. യെസ്, ഐ എം ബാക്ക് ഗായ്സ്. ഇന്നത്തെ നമ്മുടെ ഈ കമ്പാരിസൺ ബാറ്റില് ഇവർ തമ്മിലാണ് QCY T2C വേഴ്സസ് QCY T5. സോ നമുക്ക് ഈ ബാറ്റിൽ ആരംഭിക്കാം. ബാറ്റിൽ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്. എന്റെ ചങ്കന്മാരും ചങ്കത്തിമാരും ഈ വീഡിയോ കാണുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ആഡ് ചെയ്യുക. ഓക്കെ. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഈ കമ്പാരിസന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആര് ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഈ കമ്പാരിസൺ ഞാൻ പല ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ആ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ആൻഡ് വെയറിംഗ് കംഫർട്ട്, കണക്ഷൻ, വോയിസ് കോൾ ക്വാളിറ്റി, നോയിസ് ക്യാൻസലേഷൻ ആൻഡ് വാട്ടർ പ്രൂഫ് റേറ്റിംഗ്, ബാറ്ററി, പ്ലേബാക്ക് ടൈം ആൻഡ് സൗണ്ട് ക്വാളിറ്റി, അറ്റ് ലാസ്റ്റ് ദ പ്രൈസ്. ഇതിന്റെ ഓരോ സ്റ്റേജ് കമ്പയർ ചെയ്ത് അതിനകത്തുനിന്ന് ഒരു വിന്നറെ കണ്ടുപിടിച്ച് ലാസ്റ്റ് നമ്മുടെ കൺക്ലൂഷനിൽ എത്തുക എന്നുള്ളതാണ് ഈ വീഡിയോന്റെ ലക്ഷ്യം. സോ നമ്മുടെ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ, പോർട്ടബിലിറ്റി ആൻഡ് വെയറിംഗ് കംഫർട്ട്. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന പോർട്ടബിലിറ്റി ആണ് ഗൈസ്. നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടുകാരെ ഇതിനകത്ത് ക്ലിയർ വിന്നർ QCY T5 ആണ്. കാരണം വളരെ ലൈറ്റ് ആണ്, വലിയ ഭാരമൊന്നും ഇല്ലാത്ത, വലിയ വലുപ്പമില്ലാത്ത, ബൾക്കി ഫീലിംഗ് തോന്നിക്കാത്ത പറഞ്ഞാൽ T5 ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ കേസിംഗ് കേപ്പബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി ആണ്. പ്ലാസ്റ്റിക് കേസ് ആണ് രണ്ടിലും യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി വളരെ കുറവാണ്. എങ്കിലും ഈ സെക്ഷനിലെ വിന്നർ നമ്മുടെ T5 ആണ്. കാരണം പ്ലാസ്റ്റിക് ഇച്ചിരി കൂടെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് T5 യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി കുറച്ചും കൂടെ കൂടുതൽ നമ്മുടെ T5 ആണ്. സോ നെക്സ്റ്റ് സെക്ഷൻ നമ്മുടെ വെയറിംഗ് കംഫോർട്ട് ആണ്. വെയറിംഗ് കംഫോർട്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാനിത് രണ്ടും ഒരേ രീതിയിൽ വെയർ ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ ഈ ഹോൾ കമ്പാരിസൺ എല്ലാം ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്റെ ജെന്യുവിൻ അഭിപ്രായം മാത്രമാണ് ഇവിടെ പറയുന്നത്. സോ നമ്മുടെ വെയറിംഗ് കംഫോർട്ട് നോക്കുമ്പോഴത്തേനും നമ്മുടെ T5ന്റെ ബട്ട് 4.4 ഗ്രാം ആണ് പറയുന്നത്, പക്ഷെ T2Cയുടെ 4.6 ഗ്രാം ആണ് പറയുന്നത്. എങ്കിലും എന്റെ അഭിപ്രായ പ്രകാരം ഞാൻ ചെക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ സെക്ഷന്റെ ക്ലിയർ വിന്നർ നമ്മുടെ T2C ആണ് ബൈ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയറിംഗ് കംഫോർട്ട് പക്കാണ്, ലോങ് ലാസ്റ്റ് വെയറിംഗിന് ഏറ്റവും പക്ക T2C ആണ് T5നേക്കാളും. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. കണക്ഷൻ ആൻഡ് വോയിസ് കോൾ വിത്ത് നോയിസ് ക്യാൻസലേഷൻ ആണ്. ബോത്ത് യൂസ്ഡ് ബ്ലൂടൂത്ത് 5. ബ്ലൂടൂത്തിന്റെ ഏറ്റവും പുതിയ വേർഷനായി 5.0 ആണ് രണ്ടിലും യൂസ് ചെയ്യുന്നത്. 10 to 50 മീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിലെ വിന്നർ നമ്മുടെ T2C ആണ് ഗൈസ്. കാരണം രണ്ട് വാൾ ബ്ലോക്കിനെ ഭേദിച്ച് നമ്മുടെ സിഗ്നലിനെ വളരെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഈ T2Cയിലാണ്. ഞാൻ ചെക്ക് ചെയ്തപ്പം എന്തിനേറെ പറയാൻ നമ്മുടെ പ്രീമിയം ഹെഡ്സ് ആയ ഗാലക്സി ബഡ് പ്ലസിനേക്കാളും കണക്ഷൻ പവർ ആ T2Cക്ക് ഉണ്ട് ഗൈസ്. കാരണം അതിന്റെ ചിപ്പ് സെറ്റ് ആയിരിക്കണം അതിന് കാരണം ഇതിന് യൂസ് ചെയ്തേക്കുന്നത് റിയൽ ടെക്കിന്റെ ചിപ്പ് സെറ്റ് ആയതുകൊണ്ടായിരിക്കണം. സോ നമ്മുടെ വിന്നർ T2C ആണ് ഈ സെക്ഷനിൽ കണക്ഷന്റെ കാര്യത്തിൽ. സോ നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ നോക്കുന്നത് വോയിസ് കോളിന്റെ കാര്യമാണ്. വോയിസ് കോളില് നമ്മുടെ നോയിസ് ക്യാൻസലേഷനിലും ബോത്ത് ഡ്യുവൽ മൈക്ക്, രണ്ടിലും 2 മൈക്ക് വെച്ചേ ഉള്ളൂ. CVCയുടെ 6.0 നോയിസ് റിഡക്ഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ QCY T5ന് എക്സ്ട്രാ കുറെ അഡീഷണൽ ഫ്യൂച്ചർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് ചേഞ്ചസ് തന്നെ റിയൽ ടെക്കിന്റെ ചിപ്പ് മാറി ഗ്രീൻ റേഡിയോയുടെ ഏറ്റവും പുതിയ ചിപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ CVC 6ന്റെ കൂട്ടത്തിൽ DSP നോയിസ് ക്യാൻസലേഷൻ ടെക്നോളജി ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വോയിസ് പിക്കപ്പിന് യൂസ് ചെയ്തേക്കുന്ന മൈക്കിന്റെ ടെക്നോളജി കാർഡിയോയിഡ് എന്ന് പറഞ്ഞ മൈക്ക് ടെക്നോളജിയാണ്. അതായത് മൈക്കിന്റെ ഫ്രണ്ടിലുള്ള സൗണ്ടിനെ മാത്രം പിക്ക് ചെയ്യും, ബാക്കി സൗണ്ടിനെ എല്ലാം റെഡ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂ ടെക്നോളജിയാണ്. At last, the most powerful feature of QCY T5 is a 65 ms ultra low latency video audio synchronization. നമ്മുടെ QCY T5 ടച്ച് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ T2C ബട്ടൺ ആണ്. സോ കണക്ഷന്റെ കാര്യത്തിൽ T2C ആണെങ്കിൽ വോയിസ് കോളിന്റെ കാര്യത്തിൽ ക്ലിയർ വിന്നർ T5 ആണ് ഗൈസ്. സോ മച്ചമാരെ, നമുക്ക് നമ്മുടെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനിലോട്ട് പോകാം. സൗണ്ട് ക്വാളിറ്റി. ഒരു ഇയർബഡോ ഇയർഫോണോ എന്തോ ആയിക്കോട്ടെ, ആദ്യം മേടിക്കുന്ന ഒരാൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുന്നത് അതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ഈ QCY T2Cയുടെയും T5യുടെയും സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം അല്ലെ. ഞാന് ഈ ഇയർബഡ് എന്റെ ചെവിയിൽ പല പ്രാവശ്യം പല രീതിയിൽ പല വോളിയത്തില് പല ഈക്വലൈസർ സെറ്റ് ചെയ്ത് നോക്കി. എനിക്ക് അപ്പോൾ ഒരൊറ്റ കാര്യം മനസ്സിലായി ഗൈസ്, നമ്മുടെ ഈ സെക്ഷനിലെ ക്ലിയർ വിന്നർ ആരാണ്. ഈ രണ്ട് ഇതിലും ഒരേ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. 6mm ഡൈനാമിക് ഡ്രൈവർ സപ്പോർട്ട്, AAC SPC കൊടി, ഹൈഫൈ സറൗണ്ടിങ് HD സൗണ്ട്. പക്ഷേ നമ്മുടെ ഇയർ കനാലിന്റെ ഫിറ്റിങ്ങിന്റെ കാര്യത്തിൽ T2C ആണ് ഗൈസ് പക്ക. അതുകൊണ്ട് തന്നെ നല്ല തമ്പിങ് ബാസ്, നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള സൗണ്ടും T2C ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സെക്ഷനിലെ വിന്നർ സൗണ്ടിന്റെ കാര്യത്തിൽ T5നെ കടത്തി വെട്ടി നമ്മുടെ T2C ആണ് ഈ സെക്ഷനിലെ വിന്നർ. നെക്സ്റ്റ് നമ്മൾ അതിന്റെ വാട്ടർ പ്രൂഫ് ടെക്നോളജി നോക്കുവാണെങ്കിൽ IPXY T5 ഉണ്ടെങ്കിൽ IPX4 മാത്രമേ T2Cക്കുള്ളൂ. സോ വിന്നർ നമ്മുടെ T5 ആണ്. വാട്ടർ പ്രൂഫിന്റെ ടെക്നോളജി നോക്കാം. സോ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് ബാറ്ററി ആൻഡ് പ്ലേ ടൈം ആണ് നോക്കുന്നത്. T5ന് 4 to 5 hours പ്ലേ ടൈം ഉണ്ടെങ്കിൽ T2Cക്ക് 3 to 4 hours പ്ലേ ടൈം ആണ് കിട്ടുന്നത്. സോ നമ്മുടെ കേസ് നോക്കുവാണെങ്കിൽ 380 mAh കപ്പാസിറ്റി ഉള്ള T5ന് 25 മണിക്കൂർ ലാസ്റ്റ് ചെയ്യാം. T2Cക്ക് 32 മണിക്കൂറാണ്. 800 mAhന്റെ ഹൈ കപ്പാസിറ്റി ബാറ്ററി ആണ്, 35 മണിക്കൂർ. പക്ഷെ പ്ലേ ടൈമിന്റെ ഇയർബഡിന്റെ കാര്യത്തിൽ 4 to 5 hours ഉള്ളതുകൊണ്ട് ഈ സെക്ഷനിലെ വിന്നർ T5 ആണ് ഗൈസ്. സോ മച്ചന്മാരെ, നമ്മുടെ മെയിൻ സെക്ഷൻ ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു ഓവറോൾ വിന്നറിനെ തെരഞ്ഞെടുക്കണം. സോ ഗൈസ്, ഓവറോൾ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ലാസ്റ്റ് കമ്പാരിസനായ പ്രൈസ് ഒന്ന് നോക്കാം. എന്റെ പഴയ വീഡിയോസിന്റെ അൺബോക്സിംഗ് വീഡിയോ കാണാത്ത മച്ചന്മാർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ മുകളിൽ ഇപ്പോൾ വരുന്നുണ്ടായിരിക്കും. ആ അൺബോക്സിംഗ് വീഡിയോ ഒന്ന് കാണുക. അതിനകത്ത് ഞാൻ എന്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം ഒരു 10, ഇവിടുത്തെ കണക്കനുസരിച്ച് 10 ദിർഹംസിന്റെ ഡിഫറൻസേ ഉള്ളൂ. ഇതിനകത്ത് QS2 അല്ലെങ്കിൽ T2C നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്, ബാക്കിയൊന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇതിന്റെയൊക്കെ UAE ബൈ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ മച്ചന്മാരെ, നമുക്ക് ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യണ്ടേ. നമ്മുടെ ഇതിനകത്ത് ഓവറോൾ വിന്നർ T5 ആണ്. സോ നമ്മൾ QS2 ആര് ഉപയോഗിക്കണം, T5 ആര് ഉപയോഗിക്കണം ഞാനിപ്പോ പറയാം. നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ കൂടുതലായിട്ട് സോങ് കേൾക്കാൻ താല്പര്യമുള്ള ആളാണ്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇയർബഡ് വെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് QS2 ആണ്. നിങ്ങൾ എപ്പോഴും സിനിമ കാണാൻ, അതുപോലെ ഫോൺ ചെയ്യാൻ, നിങ്ങളൊരു ബിസിനസ് മാൻ ആണ്, ഫോൺ ചെയ്യുന്ന അതുപോലുള്ള ഫങ്ഷൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ട്, അതുപോലെ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് T5 ആണ് ഗൈസ്. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. സോ നിങ്ങൾക്ക് ഇന്നത്തെ ഈ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ എല്ലാം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ.